ഇന്ന് ഞാൻ സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയുടെയും ദുഃഖം പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. രണ്ടുപേരുടെയും വിഷമത്തിന് നമ്മൾക്ക് വാക്കില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 20 വയസ്സായ മകൻ പഠിക്കാൻ പോയ സ്ഥിതിയിൽ ഇത് സംഭവിക്കുന്നതും ഇങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്നത് ഏത് അമ്മയ്ക്കാണ്? അമ്മയെ കാണുമ്പോൾ ശരിക്കും നമ്മൾ കണ്ണിൽ നീര് വരും. അവർ ഭക്ഷണം കൂടി കഴിച്ചിട്ടില്ല 3-4 ദിവസമായിട്ട്. വലിയ ദുഃഖത്തിലാണ് ഈ കുടുംബം ഇരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ കേരള ക്യാമ്പസസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്ക് ഒരു കൾച്ചർ ഓഫ് വയലൻസ് എന്ന് പറയാം. ഇൻറ്റിമിഡേഷൻ, ബുള്ളിയിങ്, വാക്കുകൾ ഇംഗ്ലീഷിൽ കുറേ എനിക്ക് പറയാനുണ്ട് ഇവരുടെ SFIൻ്റെ പെരുമാറ്റത്തിനെ കുറിച്ച്. ആദ്യം ഈ സംഭവിച്ച ഇൻസിഡൻറ്റിനെ ഒരു തറോ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ഒരു സംശയമില്ല. അവരിന്ന് വരെ എല്ലാവരെയും പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇനിയും 1-2 ആൾക്കാരെ പിടിക്കാനുണ്ട്. പക്ഷേ അതുമാത്രം പോരാ. നമ്മളെല്ലാവർക്കും അറിയാം, SFIക്കാർ ഇതൊക്കെ ക്യാമ്പസിൽ ചെയ്യാൻ ധൈര്യം തോന്നുന്നു തന്നെ അവർക്ക് അവരുടെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പിന്തുണ ഉള്ള കാരണം മാത്രമാണ് അവർക്ക് ഈ ധൈര്യം വരുന്നത്. അതുകൊണ്ട് പോലീസുകാർക്കും ഒരു പരിധിയും കാട്ട് അതീതമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നും എല്ലാവർക്കും അറിയാം. ഈ അറസ്റ്റ് ചെയ്ത കുട്ടികളെതിരെ എഴുതി വെച്ച കേസുകളും കൂടി ഏത് സെക്ഷൻസിലാണ്, എത്ര സീരിയസ് പണിഷ്മെൻറ്റാണ് ഈ സെക്ഷൻസ് അട്രാക്ട് ചെയ്യണത്, എത്ര എളുപ്പത്തിൽ അവർക്ക് വീണ്ടും ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് വീണ്ടും ആരംഭിക്കാൻ സാധിക്കും, ഇതിനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിനെ ഉറപ്പമായിട്ട് നമ്മൾ ഒരു കേന്ദ്ര സ്ഥാപനത്തിൻ്റെ അന്വേഷണം ആവശ്യപ്പെടണം. ഞാൻ കേന്ദ്രത്തിൻ്റെ വലിയ ആരാധകനല്ല, നിങ്ങൾക്കറിയാം. പക്ഷേ ഇങ്ങനെയൊരു വിഷയത്തിൽ ന്യായം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിൽ പെട്ട പോലീസ് സ്ഥാപനമോ വേറെ ഏത് പോലീസ് ഏജൻസി ആയാലും കേരളത്തിൻ്റെ അകത്ത് അവരുടെ പ്രവർത്തനത്തിൽ നല്ല പരിധി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അച്ഛനോട് ആദ്യം ചോദിച്ചു, അദ്ദേഹം സന്തുഷ്ടമാണോ ഈ ഇൻവെസ്റ്റിഗേഷൻ, ഈ അന്വേഷണം എങ്ങനെയുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് മുമ്പ് പറയുന്നത്. ഇതിനെ ഒരു കേന്ദ്ര അന്വേഷണമായി മാറ്റി CBI ഇൻവെസ്റ്റിഗേഷനോ അതുപോലെ ഒരു അപ്രോപ്രിയേറ്റ് നാഷണൽ ഏജൻസിയുടെ വഴിക്ക് ഈ വിഷയത്തിന് എടുക്കണം. എന്നിട്ട് ചാർജ് ഫ്രെയിം ചെയ്ത് കോടതി കൊണ്ടുവരുന്നതിനും കൂടി അവരൊരു കൈയുണ്ടാണ്. കാരണം അച്ഛനും ഒരു വിഷമമുള്ളത് ഏത് ചാർജിൻ്റെ എതിരാണ്. ഇവർ വീണ്ടും 2-3 വർഷം സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ആദ്യം വന്നിട്ട് കോളേജിൽ കുട്ടികളെ ദ്രോഹിക്കലും വിദ്യാർത്ഥികളെ ഇങ്ങനെ പീഡിപ്പിക്കലും ഒക്കെ വീണ്ടും തുടങ്ങിയാലോ, അവരുടെ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് അവരുടെ ഈ DNA വയർ ചെയ്ത് കഴിഞ്ഞു, അവരുടെ പാർട്ടി ഇൻഡോക്ട്രിനേഷൻ. ആ സ്ഥിതിയിൽ നമുക്കൊരു കേന്ദ്ര ഇൻവോൾവ്മെൻറ്റ് ആവശ്യമുണ്ട്. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് പറയുന്നു.